ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് തലശ്ശേരി സ്പെഷ്യാലിറ്റീസ്, തലശ്ശേരിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ മലബാർ തീരത്തുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ് തലശ്ശേരി. ഒരു മുനിസിപ്പാലിറ്റിയും ഒരു പ്രധാനപ്പെട്ട നഗരവും ഒരു വാണിജ്യ കേന്ദ്രവും കൂടിയാണ് തലശ്ശേരി എന്നത്. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. അതോടൊപ്പം കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് തലശ്ശേരി എന്നത്. തലശ്ശേരി മുനിസിപ്പാലിറ്റി. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 23.96 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 92,558 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. തലശ്ശേരി ഇത് ലോക്സഭാ മണ്ഡലം വടകരയുടെ കീഴിലാണ് വരുന്നത്. അതോടൊപ്പം നിയമസഭാ മണ്ഡലമാണ് തലശ്ശേരി എന്നത്. പണ്ട് കാലത്ത് ഇത് ടെല്ലിശ്ശേരി എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ഇതിന് നൽകിയ പേരായിരുന്നു ടെല്ലിശ്ശേരി എന്നത്. തലശ്ശേരി എന്നത് പണ്ട് കാലത്ത് ടെല്ലിശ്ശേരി എന്നായിരുന്നു. അതോടൊപ്പം വടക്കേ മലബാറിൻ്റെ തലസ്ഥാനമായിരുന്നു പണ്ട് കാലത്ത് തലശ്ശേരി എന്നത്. ഇത് ചരിത്രത്തിലേക്ക് കൂടുതൽ നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് ഡച്ച്, പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, അറബ്, ജൂതന്മാർ എന്നിവരുടെ എല്ലാം പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തലശ്ശേരി എന്നത്. പിന്നീട് 1699 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ അവരുടേതായ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ അവരുടേതായ ഒരു വ്യാപാര കേന്ദ്രം അവിടെ സ്ഥാപിക്കുന്നു തലശ്ശേരിയിൽ 1699. പിന്നീട് 1800 പ്രത്യേകിച്ച് 1804 ആയപ്പോഴേക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ ഒന്നായിരുന്നു തലശ്ശേരി. അതായത് കൊച്ചി, കോഴിക്കോട്, തലശ്ശേരി എന്നിങ്ങനെയായിരുന്നു കേരളത്തിലെ 3 പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നു. ആ കാലത്തെ ഒരു മാപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ ഒന്ന് തലശ്ശേരി എന്നത്. കൊച്ചിയും കോഴിക്കോടും തലശ്ശേരിയുമാണ് സിറ്റിയായിട്ട് ആ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1804. പിന്നീട് 1866 നവംബർ 1 മുനിസിപ്പാലിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു. 1866 നവംബർ 1 കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ് തലശ്ശേരി എന്നത്. 1866 നവംബർ 1 തലശ്ശേരി മുനിസിപ്പാലിറ്റി ആവുന്നു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947, പിന്നീട് 1957 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. 1957 കണ്ണൂർ ജില്ല രൂപീകരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയോട് ചേരുകയാണ് തലശ്ശേരി എന്നത്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രവും ഒരു പ്രധാനപ്പെട്ട നഗരവും ആണ് തലശ്ശേരി എന്നത്. പണ്ടുകാലത്ത് ടെല്ലിശ്ശേരി എന്ന പേരിലായിരുന്നു, ബ്രിട്ടീഷുകാർ ഇതിന് നൽകിയ പേരായിരുന്നു ടെല്ലിശ്ശേരി എന്നത്. തലശ്ശേരി ഫോർട്ടൊക്കെ ഇവിടെ വളരെയധികം ടൂറിസ്റ്റുകളെ ആശ്രയിക്കുന്ന, ടൂറിസ്റ്റുകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തലശ്ശേരി ഫോർട്ട്. അതോടൊപ്പം മുഴുപ്പനങ്ങാടി ബീച്ച്, അത് ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പനങ്ങാടി ബീച്ച്. അതായത് തലശ്ശേരിയിൽ നിന്നും ഏകദേശം 9.4 കിലോമീറ്ററാണ് മുഴുപ്പനങ്ങാടി ബീച്ചിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കണ്ണൂരിൽ നിന്നും ഏകദേശം 26 കിലോമീറ്ററും കണ്ണൂരിൽ നിന്നും ഏകദേശം 21 കിലോമീറ്ററും എയർപോർട്ടിൽ നിന്നും ഏകദേശം 26 കിലോമീറ്ററും കോഴിക്കോട് നിന്നും 72 കിലോമീറ്ററും വടകരയിൽ നിന്നും 25 കിലോമീറ്ററും ഇരിട്ടിയിൽ നിന്നും 37 കിലോമീറ്ററും ധർമ്മടത്തിൽ നിന്നും 4.6 കിലോമീറ്ററും ആണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. തലശ്ശേരി ടെല്ലിശ്ശേരി എന്നറിയപ്പെട്ടിരുന്ന തലശ്ശേരി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മലബാർ നഗരമാണ് തലശ്ശേരി എന്നത്. പണ്ടുകാലത്തെ വടക്കേ മലബാറിൻ്റെ തലസ്ഥാനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.